ട്രംപ് ചുങ്ക പിരിമുറുക്കം അയഞ്ഞ ഓഹരി വിപണിയിൽ 4 ദിവസം കൊണ്ട് സെൻസെക്സ് ഉയർന്നത് 4000 പോയിന്റിലേറെ. കരടിപ്പിടിയിൽ നിന്ന് കാളക്കുതിപ്പിലെത്തിയോ വിപണി? സംശയം ബാക്കി. സ്വർണം ഇതുവരെ കാണാത്ത വിലക്കയറ്റത്തിൽ. ഇന്ന് പുതിയ റെക്കോർഡ് 840 രൂപ കൂടി പവന് 71,360 രൂപ. ഇതിനിടയിൽ ഇന്ത്യയുടെ മൊത്തം കരുതൽ ശേഖരത്തിൽ സ്വർണത്തിന്റെ പങ്ക് ഇരട്ടിച്ച് 11.4%. ചാഞ്ചാട്ടങ്ങൾക്കിടയിൽ ഓഹരി വിപണിയിൽ നിന്ന് ഉഗ്രൻ ഒരു തട്ടിപ്പിന്റെ വാർത്ത. ജെൻസോൾ കമ്പനി സമാഹരിച്ച വലിയൊരു പങ്ക് വായ്പയും നിക്ഷേപവും വകമാറ്റി പ്രൊമോട്ടർമാരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ചെലവാക്കിയെന്നാണ് സെബിയുടെ കണ്ടെത്തൽ. ജെൻസോളിന്റെ ഓഹരി വില 1125 നിന്ന് വെറും 117 രൂപയിലേക്ക് ചുരുങ്ങിയ ദിവസത്തിനകം തകർന്നു വീണു. സ്വതന്ത്ര ഡയറക്ടർ അരുൺ മേനോൻ രാജിവെച്ചു. സോഷ്യൽ മീഡിയയിലെ ഉപദേശങ്ങളിൽ വീഴരുതെന്ന് നിക്ഷേപകർക്ക് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ബ്രിട്ടനിൽ ഏറ്റവും വലിയ ബാറ്ററി നിർമ്മാണശാല തുടങ്ങാൻ ടാറ്റ സൺസ്. ഇതിനായി $100 കോടി വായ്പയ്ക്ക് വിവിധ ബാങ്കുകളുമായി കരാർ ഒപ്പുവെച്ചു. കോവിഡ് കാലത്ത് തുടങ്ങിയ വർക്ക് ഫ്രം ഹോം രീതി പ്രമുഖ ഇ-കൊമേഴ്സ് സ്ഥാപനമായ ഫ്ലിപ്കാർട്ട് അവസാനിപ്പിച്ചു. എല്ലാ ജീവനക്കാരും ആഴ്ചയിൽ 5 ദിവസം ഓഫീസിലെത്തണം. 5552 കോടി രൂപ നിർമ്മാണത്തിന് ചെലവിട്ട വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കും. ആദ്യഘട്ട നിർമ്മാണം നേരത്തെ തന്നെ പൂർത്തിയായതാണ്. ചരക്ക് കയറ്റിറക്ക് ഡിസംബറിൽ തുടങ്ങിയിരുന്നു. ഔപചാരികമായ കമ്മീഷനിംഗ് മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.